أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. صدق الله العلي العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഒറ്റയ്ക്കുള്ള ആ യാത്ര സ്വർഗത്തിലേക്ക് തന്നെ ആയിത്തീരുവാൻ അതീവ ജാഗ്രത ഉണ്ടാകണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുത്തഖീങ്ങളായി ജീവിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി മരണപ്പെട്ടു പോകുവാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഒരിക്കൽ ചോദിച്ചു, നമസ്കാരത്തെക്കാളും ദാനധർമ്മത്തെക്കാളും നോമ്പിനേക്കാളും ഒക്കെ പുണ്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന്. അലാ അദുല്ലുക്കും അഫ്ളലി മിൻ ദറജത്തിൻ മിനസ് സ്വലാത്തി വസ്സദഖ വസ്സിയാം. സഹാബികൾ ഒന്നടങ്കം മറുപടി പറഞ്ഞത്, ബല യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇസ്ലാഹു ദാത്തുൽ ബൈൻ, പരസ്പരമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. എന്നിട്ട് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്ന ഫസാദ ദാത്തുൽ ബൈനി ഹിയൽ ഹലിഖ, പരസ്പരമുള്ള ബന്ധങ്ങളെ തകർക്കുക എന്നത് വടിച്ചു കളയുന്നതിന് തുല്യമാണ്. മുടി വടിക്കുന്ന, താടി വടിക്കുന്ന ബാർബറിനാണ് ഹല്ലാഖ് എന്ന് അറബി ഭാഷയിൽ പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ അഖൂലു ഇന്നഹാ തഹ്ലിഖു ശഅറ, മുടി വടിച്ചു കളയുന്ന വർത്തമാനമല്ല ഞാൻ പറയുന്നത്, വലാകിൻ തഹ്ലിഖുദ്ദീൻ, നിങ്ങളുടെ ദീനിനെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. മനുഷ്യർ തമ്മിലുള്ള ബന്ധം, സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം
ആ ബന്ധങ്ങൾ തകർന്നു പോയാൽ അവിടെ നിന്ന് ദീന് തന്നെ ഇല്ലാതായി പോകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ സുദൃഢമാക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കർത്തവ്യമാണ്. ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അത്തരം ഒരു ദൗത്യവുമായി മുന്നോട്ടു പോകേണ്ടുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഏതൊരു സമൂഹത്തിൻ്റെയും അഭിവൃദ്ധി, ഏതൊരു നാടിൻ്റെയും അഭിവൃദ്ധി, ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധി അവിടെയുള്ള മനുഷ്യർ അവരുടെ സൗഹൃദത്തിലാണ്, അവരുടെ പരസ്പരമുള്ള ഉൾച്ചേർച്ചയിലാണ്, അവർ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധത്തിലാണ് നിലകൊള്ളുന്നത്. ഈ ഒരു ബന്ധമില്ലാതെ ഒരു വിഭാഗത്തിനും ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും ഒരു അഭിവൃദ്ധിയും പ്രാപിക്കാൻ കഴിയുകയില്ല എന്നതാണ്. പരസ്പരം മത്സരിച്ചുകൊണ്ട്, വിദ്വേഷം വളർത്തിക്കൊണ്ട്, സമാധാനം ഇല്ലാതാക്കി അത്തരം ഒരു സമൂഹത്തിൽ, അത്തരം ഒരു നാട്ടിൽ ഒരു അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. നമ്മുടെ നാടിന് നമുക്കറിയാം, സഹവർത്തിത്വത്തിൻ്റെ പാരമ്പര്യമുള്ള, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിറഞ്ഞ, വ്യത്യസ്തമായ മതവിഭാഗങ്ങളും ജാതികളും നിറഞ്ഞ ഒരു സമൂഹം ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഉണ്ടായിരുന്ന പരസ്പര ബന്ധത്തെക്കുറിച്ച് നമ്മളേറെ വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും ആ ബന്ധങ്ങൾ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നാട് ഭരിക്കുന്ന കാലത്ത് ആ ബന്ധങ്ങളെ തകർത്തുകൊണ്ടായിരുന്നു അവർ അവരുടെ ഭരണം നിലനിർത്തിയിരുന്നത്. ഇന്നും അതേപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തൽപര കക്ഷികൾ അവര് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവർ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇരകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അത്തരക്കാരായ ആളുകൾ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും അധികം അതിന് ഇരകളായി മാറിയിട്ടുള്ളത് നമ്മളാണ്, മുസ്ലിം ഉമ്മത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് സഹവർത്തിത്വത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 114-ാമത്തെ സൂക്തം ഞാൻ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. നിങ്ങൾ മൂന്നാളുകൾ അല്ലെങ്കിൽ കുറച്ചാളുകൾ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ നടത്തുന്ന സ്വകാര്യ വർത്തമാനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ചർച്ചകളും നിങ്ങളുടെ വർത്തമാനങ്ങളും അതിലൊരു നന്മയും ഇല്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. മൂന്ന് കാര്യങ്ങൾ അത്തരം കൂടിച്ചേരലുകളിൽ ഉണ്ടാക്കിയെങ്കിലല്ലാതെ നിങ്ങൾ സദഖക്ക് വേണ്ടി കൽപ്പിക്കുന്നു, ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു,
അത്തരം ചർച്ചകളാണ് നടത്തുന്നത് എങ്കിൽ അതിൽ ഖൈറുണ്ട്, പുണ്യമുണ്ട്, അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നിങ്ങൾ നന്മയുള്ള വർത്തമാനമാണ് പറയുന്നത്, നന്മയുടെ പ്രവർത്തനമാണ് നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, നിങ്ങൾ വർത്തമാനം പറയുന്നത്, നിങ്ങൾ ചർച്ചകൾ നടത്തുന്നത്, എങ്കിൽ അതിൽ പുണ്യമുണ്ട്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വത്തിന്റെ പ്രാധാന്യം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ വിശ്വാസികൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ബൈനന്നാസ്, മനുഷ്യർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, വിശ്വാസികൾക്കുള്ള ബന്ധം മാത്രമല്ല, വിശ്വാസമില്ലാത്ത ആളുകൾക്കിടയിലുള്ള ബന്ധവും അതൊക്കെ നിങ്ങളുടെ അജണ്ടയിൽ വരണം എന്നാണ് പറയുന്നത്. നന്മയ്ക്ക് വേണ്ടി അതിൽ എല്ലാവരും കിട്ടൂ എന്നതാണ്. ഒരു ഹിന്ദുവായിരുന്നാലും, ഒരു ക്രിസ്ത്യാനിയായിരുന്നാലും, ഒരു മതമില്ലാത്തവനായിരുന്നാലും, മനുഷ്യർക്കിടയിൽ ഇസ്ലാഹ് ബൈനന്നാസ്, അവർക്കിടയിൽ സൗഹൃദമുണ്ടാക്കുക, അവർക്കിടയിൽ സഹവർത്തിത്വമുണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, ഭൗതികമായ താല്പര്യങ്ങളല്ല അതിന് പുറകിലുള്ളത്, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ പ്രീതി, ആ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത് അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന കാര്യമാണ്, മഹത്തായ പുണ്യമുണ്ട് എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കർമ്മങ്ങളെ വലിയ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സഹാബികളോട് ഇതിന്റെ പ്രാധാന്യം വിശദീകരിച്ചത് മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, മാ അമില ഇബ്നു ആദം ശൈഅൻ മിൻ അഫ്ളല മിന സ്വലാത്ത് വ ഇസ്ലാഹി ദാത്തിൽ ബൈൻ വ ഖുലുഖിൻ ഹസൻ. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ 3 പ്രവർത്തനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നിങ്ങളുടെ നാഥനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന നമസ്കാരമാണ് അതിലൊന്ന്. അതേപോലെ ജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി വഇസ്ലാഹ് ദാത്തിൽ ബൈൻ, അവർക്കിടയിലുള്ള ബന്ധങ്ങൾ, അവരുടെ പിണക്കങ്ങൾ തീർത്ത്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്ത് അവരെ നിങ്ങൾ സഹവർത്തിത്വത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ. ഔ ഖുലുഖിൻ ഹസൻ, അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല പെരുമാറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കണം ഏറ്റവും നല്ല രീതിയിൽ എന്ന് പഠിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ അവനാണ് യഥാർത്ഥ മുസൽമാൻ എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചരിത്രത്തെ കുറിച്ച് ഞാൻ സൂചന നൽകി. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട് എന്ന് പറയുന്നത് വിദേശത്തിന്റെ ചരിത്രമല്ല മുമ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ നേരത്തെ ചില പത്രവാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വടക്കൻ കേരളത്തിലെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണ് അവരുടെ പേര്. 30 വർഷത്തോളമായി അവരൊരു പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു പള്ളി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ആ 30 വർഷം കഴിഞ്ഞ് അവർ അവശയായപ്പോ, അവർ റിട്ടയർമെന്റ് ചെയ്തപ്പോ പള്ളിയുടെ കമ്മിറ്റി അവരെ വിളിച്ചു ചേർത്ത് അവർക്ക് ആദരം നൽകുകയുണ്ടായി, ഒരു യാത്രയപ്പ് നൽകുകയുണ്ടായി. മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും അത് പ്രചരിച്ചപ്പോ വലിയ കമന്റ്സുകളാണ് വന്നത്. പക്ഷെ ആ കമന്റുകളുടെ കൂട്ടത്തിൽ ഇസ്ലാമിക സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ കമന്റ്സ് എന്താണ്? ഇത് ഇങ്ങനെ നടക്കുന്നത്? പള്ളിയിലാണോ ഇതൊക്കെ നടത്തേണ്ടത്? പള്ളിയിലാണോ അവർക്ക് ആദരം കൊടുക്കേണ്ടത്? 30 വർഷത്തോളമായി പള്ളി
അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക്, സഹോദര സമുദായത്തിലെ ഒരു സഹോദരിക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പിന്നെ എവിടെ വെച്ചാണ് അവർക്ക് ആദരവ് കൊടുക്കേണ്ടത്? ഞാൻ പറയുന്നത്, ഉമ്മത്ത് മുസ്ലിമ ഇസ്ലാമിന്റെ ചില അടിസ്ഥാനങ്ങൾ അവർ പഠിക്കാതെ വരുമ്പോ ഇത്തരം ചർച്ചകൾ വരുന്നു എന്നതാണ്. വേറെയും ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മറ്റൊരു സഹോദരി ഒരു പ്രതിഫലവും വാങ്ങാതെ, സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി 45 വർഷം ഇതുപോലെ ഒരു മുസ്ലിം പള്ളി പരിപാലിച്ചതിന്റെ ചില വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ തമ്മിലുള്ള ഇഴയടുപ്പം എന്ന് പറയുന്നത്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം എന്ന് പറയുന്നത്. സമൂഹങ്ങൾ തമ്മിൽ ഇങ്ങനെയായിരുന്നു. മലയാളത്തിൽ ഒരു കവിത കേട്ടിട്ടുണ്ട്, ഭൂമിക്കടിയിൽ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുമോ എന്ന് ഭയന്ന്, ഭൂമിക്കടിയിൽ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുമോ എന്ന് ഭയന്ന്, ഇലകൾ തമ്മിൽ തൊടുമോ എന്ന് പേടിച്ച് അകറ്റി നാം നട്ടമരങ്ങൾ, ഇലകൾ വലുതായി കഴിഞ്ഞാൽ അതിന്റെ കൊമ്പുകൾ ചേരുമോ എന്ന് പേടിച്ച്, അതിന്റെ ഇലകൾ കൂട്ടിവെട്ടുമോ എന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. പക്ഷേ ആ മരങ്ങൾ വലുതാകുന്നു, അതിന്റെ അടിയിലെ വേരുകൾ, ആ വേരുകൾ കൂട്ടിപ്പിടിക്കുകയാണ്, ആ വേരുകൾ പരസ്പരം ബന്ധിക്കുകയാണ്. നമ്മൾ പേടിച്ച് നടന്ന കാര്യം മുകളിലെത്തുമ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അകലം പാലിച്ച് നാം കൃഷി ചെയ്യുമ്പോ, അകലം പാലിച്ച് നാം മരം നടുമ്പോ അതിന്റെ വേരുകള് പരസ്പരം ബന്ധിക്കുന്നു എന്നതാണ്. ഇതാണ് യഥാർത്ഥത്തില് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ സംഭവിക്കുന്നത്. നമ്മുടെ ബേസ് ഇതാണ്, നമ്മുടെ അസ്ല് ഇതാണ്. പക്ഷേ ഇന്ന് സമൂഹങ്ങൾ, ജീവിക്കുന്ന ജനങ്ങൾ, അവർ കമ്പാർട്ട്മെന്റുകളായി മാറി. മതത്തിന്റെ പേരിലായിരിക്കാം ചിലപ്പോ, ജാതിയുടെ പേരിലായിരിക്കാം ചിലപ്പോ, സമുദായത്തിന്റെ പേരിലായിരിക്കാം ചിലപ്പോ. ഏത് സമുദായമായിരുന്നാലും, ഏത് മതവിഭാഗമായിരുന്നാലും പരസ്പരം കൂടിച്ചേർന്ന് പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കണം എന്നത് അത് ഈ പ്രകൃതിയുടെ താല്പര്യമാണ്. ഈ പ്രകൃതിയുടെ താല്പര്യമാണ്. ആ താല്പര്യം അനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിമിന് മുസ്ലിമായി മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഹിന്ദുവിന് ഹിന്ദുവായി മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. മറിച്ച് കൊണ്ടും കൊടുത്തും പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾ നേരത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ച ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ അതേ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ അവരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരുദ്ധത എന്നത് ഒരു പൊതുബോധമായി സൃഷ്ടിച്ചുകൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ കണ്ടുകൊണ്ട് അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വംശീയതയിൽ അധിഷ്ഠിതമായി, വർഗീയതയിൽ അധിഷ്ഠിതമായി അങ്ങനെ ജീവനുള്ള പച്ച മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന, ജീവനുള്ള പച്ച മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മദ്രസകളെ കുറിച്ചുള്ള ആ മദ്രസകൾ അടച്ചുപൂട്ടണം എന്നുള്ള ചർച്ച നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കോടതി കയറ്റിയിട്ടുള്ള, ആ ഖുർആൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ സമുദായത്തിന്റെ ഐക്യം തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉമ്മത്ത് മുസ്ലിമ അവയ്ക്കെതിരെയുള്ള പൊതുബോധം സൃഷ്ടിച്ച് അവരെ മാറ്റി നിർത്തുവാൻ, അവരെ ഇല്ലാതാക്കുവാൻ, തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യതലത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് പോലും ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിനെ, ആ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുവാൻ, ആളുകൾ മുസ്ലിങ്ങൾ ആദരിക്കുന്ന
ലോകം ബഹുമാനിക്കുന്ന ഖലീഫമാരെയാണ്. ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകള് അവരെ വരെ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹവർത്തിത്വത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മറന്നു പോകരുത്. ആരാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ 2 സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഖൈറു ഉമ്മത്താണ് എന്നതാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി, ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത് പടച്ച തമ്പുരാനാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, നമ്മുടെ നാഥനാണ്. ആ നാഥൻ തന്നെ നമുക്ക് തന്നിട്ടുള്ള 2ാമത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉമ്മത്തുൻ വസത്താണ് എന്നതാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. ജനങ്ങൾക്ക് ന്യായത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കേണ്ടുന്ന ഒരു ഉമ്മത്തുൻ വസത്താണ് നിങ്ങൾ. നിങ്ങളൊരു മധ്യമ സമുദായമാണ്. നിങ്ങൾ എക്സ്ട്രീമിസത്തിലേക്ക് പോകാൻ പാടില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അങ്ങനെ ഇല്ലാതാകാനും പാടില്ല. മധ്യമമായ നിലപാട്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഒരു ഉത്തമ സമൂഹത്തിന്റെ ദൗത്യം എല്ലാ കാലഘട്ടത്തിലും ഇതാണ്. പ്രിയമുള്ളവരെ, അത് നമ്മൾ നിർവഹിക്കണം എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ അടിസ്ഥാനപരമായി ഒരു പ്രബോധക സംഘമാണ്. ആ പ്രബോധക സംഘത്തോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും തുല്യമാവുകയില്ല. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് വിമർശിച്ചാലും, ആരെന്ത് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ അവിടെ ചൂളിപ്പോവേണ്ടതില്ല. നിങ്ങൾ നന്മയുടെ വക്താക്കളായി നിലകൊള്ളുക. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾക്കിടയിൽ, നിങ്ങൾക്കും അവനും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുക്കൾ കഅന്നഹു വലിയ്യുൻ ഹമീം, നല്ല നിങ്ങളുടെ അടുത്ത കൂട്ടുകാരായിട്ട് മാറും. മുസ്ലിം സമൂഹം നന്മയുടെ മുഖമുള്ള ആളുകളായിട്ട് മാറുമ്പോ, അവരുടെ നന്മ കാണുമ്പോ, അവരുടെ നിലപാടുകൾ കാണുമ്പോ, അവരുടെ സംസ്കാരം കാണുമ്പോ, ആ സംസ്കാരം മനസ്സിലാക്കി ആ നന്മയുടെ വശം തിരിച്ചറിഞ്ഞ് നന്മേച്ചുക്കളുടെ മുഖം മനസ്സിലാക്കി അവർ നിങ്ങളുടെ മിത്രങ്ങളായി മാറും എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നിങ്ങളെക്കുറിച്ച് തെറ്റായ പൊതുബോധമുണ്ടാകുമ്പോ അവിടെ നിങ്ങൾ ചൂളിപ്പോവേണ്ടതില്ല. നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോ നിങ്ങൾ അവിടെ പതറിപ്പോവേണ്ടതില്ല. ധീരതയോടുകൂടി, ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം എന്നാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഖൈർ ഉമ്മത്ത് എന്ന് പറഞ്ഞ്, ഉമ്മത്ത് വസത്ത് എന്ന് പറഞ്ഞ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ച് നാം സ്വീകരിക്കേണ്ടുന്ന പോളിസിയാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. അല്പം ക്ഷമ വേണം ആ നിലപാട് സ്വീകരിക്കാൻ. നിങ്ങൾക്ക് സബറുണ്ടോ, നിങ്ങൾക്ക് ക്ഷമയുണ്ടോ എന്നാണ് നാഥൻ പരീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ, ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിഥിലീകരണത്തിന്റെ കമ്പാർട്ട്മെന്റുകളാക്കി ഇവിടുത്തെ സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വർഗീയതയും വംശീയതയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഇലക്ഷൻ വരുമ്പോ, അതുപോലെ സന്ദർഭങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ
നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ നമ്മളത് കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളിൽ വെറുപ്പിന്റെ മതിലുകൾ സൃഷ്ടിക്കുന്നവർക്ക് മീതെ, ആ മതിലുകൾക്ക് മീതെ സ്നേഹത്തിന്റെ പാലം പണിയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. വെറുപ്പിന്റെ മതിലുകൾക്ക് മീതെ സ്നേഹത്തിന്റെ പാലം പണിയാൻ വിശ്വാസികൾക്ക്, ഉമ്മത്ത് മുസ്ലിമക്ക് സാധിക്കണം എന്നതാണ്. സമൂഹത്തെ, ഒരു പ്രദേശത്തെ ആളുകളെ നമ്മൾ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുക എന്നതാണ്. അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? എന്തിനാ നമ്മൾ അത്തരം ത്യാഗം സഹിക്കണം എന്ന് ചോദിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി നിങ്ങൾ ഖൈർ ഉമ്മത്താണ് എന്നത് മാത്രമാണ്. നിങ്ങൾ ഉമ്മത്ത് വസത്താണ് എന്നത് മാത്രമാണ്. അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം പ്രതീക്ഷയോടുകൂടി. ഏത് കാലഘട്ടത്തിലും പ്രതീക്ഷയോടുകൂടി. നമുക്കറിയാം, ഫറോവ എത്ര വലിയ കിങ്കരനായിരുന്നു, എത്ര വലിയ ക്രൂരനായിരുന്നു. ആ ഫറോവയുടെ അടുത്തേക്ക് മൂസാ അലൈഹിസ്സലാമയോട് പോകാൻ പറഞ്ഞപ്പോ, പടച്ചവനെ, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്ന ചോദ്യമായിരുന്നു പ്രതികരണം. അള്ളാഹുവിന്റെ മറുപടി, അള്ളാഹുവിന്റെ ആജ്ഞ, ഇൽഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകണം, അവൻ അതിക്രമകാരിയാണ് എന്നെനിക്കറിയാം. പക്ഷേ ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവനോട് നിങ്ങൾ മാന്യമായി സംസാരിക്കുക, അവനോട് സൗഹൃദത്തിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവനൊരു പക്ഷേ ഭയപ്പെട്ടെങ്കിലോ, ഒരു പക്ഷേ അവന് ബോധമുണ്ടായെങ്കിലോ. ആരോടാണല്ല പറയുന്നത്? ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ആരുടെ മുമ്പിലേക്ക് പോകാനാണ് ആവശ്യപ്പെടുന്നത്? അതൊക്കെ നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, ഏത് കാലഘട്ടത്തിലും ഒരു വിശ്വാസിയുടെ ദൗത്യം ഇതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൗത്യം പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ധാരാളം ആളുകൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മിമ്പറിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ നേരത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നമ്മുടെ പള്ളിയുടെ വരാന്തയിൽ എപ്പോഴും ഇരുന്നിരുന്ന ബഹുമാന്യനായ മർഹൂം ഖുദ്ദൂസണ്ണൻ മുതൽ ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിനും ഇതിൻ്റെ ഒരു ഉത്ഭവത്തിനുമൊക്കെ തുടക്കം കുറിച്ച ബക്കർ സാഹിബ് മുതൽ ധാരാളക്കണക്കിന് ആളുകൾ, അവരൊക്കെ അവരുടെ കർമ്മഫലം ഏറ്റുവാങ്ങുന്നതിനായി അള്ളാഹുവിലേക്ക് യാത്രയായി. അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് നമ്മയും അവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുമാന്യനായ ഖമറുദ്ദീൻ സാഹിബിൻ്റെ ജനാസ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ പലരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു തലമുറ, ആ തലമുറയ്ക്ക് ശേഷം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഇഷാഅത്തുൽ ഇസ്ലാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മദ്രസയും കോളേജും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സാമ്പത്തികമായും ശാരീരികമായും അധ്യാപകനായും ഒക്കെ സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇവിടെ മാത്രമല്ല,
കേരളത്തിന് പുറത്തും ഇതുപോലുള്ള സേവന സംരംഭങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ സഹായകമായിട്ടുണ്ട്. ഇന്ന് അവരെ നമ്മൾ യാത്രയാക്കി. ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മിൽ ആരൊക്കെയാണ് അതുപോലെ യാത്ര പോവേണ്ടി വരിക എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഏത് സന്ദർഭത്തിൽ മരിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം പടച്ചറബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖമറുദ്ദീൻ സാഹിബിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മരണം അല്പകാലം രോഗിയായി കിടന്നതിന് ശേഷമാണെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ വിഷമിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ഫാസിലിൻ്റെ അളിയൻ്റെ ഉമ്മ മരണപ്പെട്ട വിവരം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി വിഷമിക്കുന്നവരാണ്. ഇവിടെ വന്നിരിക്കുന്നവരിൽ തന്നെ വാർദ്ധക്യം കൊണ്ട് അവശരായവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രായം കൂടുതലുള്ളവരും മധ്യവയസ്കരും ചെറുപ്പക്കാരുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുന്നമറമ്പിൽ താമസിക്കുന്ന ലത്തീഫ് സാഹിബിൻ്റെ മാതാവ് ഫാത്തിമ ബീവി വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ പ്രയാസപ്പെടുന്നുവെന്ന്, അതേപോലെ ആംബുലൻസ് ഇസ്മായിൽ ഖാൻ്റെ അളിയൻ സക്കരിയ തലക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ICUവിലാണെന്ന് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി അവർ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചറബ്ബേ, കരുണാവാരിധിയായ നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല കാരണങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. രോഗം കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്, കടം കൊണ്ട് ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ. അവർക്കൊക്കെ നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചു പോന്നിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ലോകത്തെമ്പാടും നിൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, അവരെ നീ തുണയ്ക്കണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളാൽ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫലസ്തീനിലെ, ഗസയിലെ ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരികൾ, ലെബനാനിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സഹോദരന്മാർ, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയുമൊക്കെ ആക്രമണം കൊണ്ട് പൊരുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, നാഥ, അവരെ നീ തുണയ്ക്കണമേ തമ്പുരാനെ. ഇസ്ലാമിന് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിൻ്റെ വിജയം, ഖുദ്സിൻ്റെ മോചനം, അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവരെ നീ പരാജയപ്പെടുത്തണമേ നാഥ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ തകർക്കണമേ തമ്പുരാനെ. പടച്ചവനെ, കരുണാവാരിധിയായ നാഥ, നാളെ പരലോകത്ത് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു ഭാഗം സ്വർഗത്തിലേക്ക്, ഒരു ഭാഗം നരകത്തിലേക്ക് എന്ന് പറയപ്പെടുമ്പോൾ സ്വർഗത്തിലേക്കുള്ള അണികളിൽ പ്രവാചകന്മാരാൽ നയിക്കപ്പെടുന്ന, ശുഹദാക്കളാൽ നയിക്കപ്പെടുന്ന, സ്വാലിഹീങ്ങളാൽ നയിക്കപ്പെടുന്ന ആ സ്വർഗത്തിലേക്കുള്ള അണികളിൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ബന്ധുക്കളെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ശപിക്കപ്പെട്ട പിശാചിനാൽ നയിക്കപ്പെടുന്ന നരകത്തിലേക്കുള്ള അണിയിൽ നിന്ന് നീ ഞങ്ങളെ എവരെയും കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഉഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أذل الكفر والكافرين اللهم أذل الظلم والظالمين اللهم أذل الفسق والفاسقين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجعلنا للمتقين إماما اللهم أنقذ المسجد الأقصى من اليهوديين اللهم أنقذ المسجد الأقصى من اليهوديين اللهم دمر أعداءك أعداء الدين اللهم دمر أعداءك أعداء الدين اللهم ألف بين قلوب المسلمين ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم اشفنا يا شافي الأمراض اللهم اشفنا يا شافي الأمراض اللهم اشفنا يا شافي الأمراض ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين واغفر لنا يا غافر المذنبين وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه وسلم ربنا اغفر وارحم وأنت أرحم الراحمين.